വർണ്ണപ്പൊലിമയിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കേളികെട്ടുണർന്നു. കാസർഗോഡ് നിന്ന് ഘോഷയാത്രയായി എത്തിയ സ്വർണ്ണക്കപ്പ് മുഖ്യവേദിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കലോത്സവത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമായി മുഖ്യവേദിയിൽ മീഡിയ വൺ സ്റ്റുഡിയോയും പ്രവർത്തനം ആരംഭിച്ചു. ഇനി ഒരുക്കങ്ങളില്ല, തുടക്കത്തിനായുള്ള കാത്തിരിപ്പ് മാത്രം. കാസർഗോഡ് നിന്ന് ഘോഷയാത്രയായി എത്തിയ സ്വർണ്ണക്കപ്പിനെ രാവിലെ ജില്ലാ അതിർത്തിയിൽ വരവേറ്റു. ജില്ലയിൽ ചുറ്റി സഞ്ചരിച്ച് കപ്പ് തലസ്ഥാന നഗരിയിലേക്ക്. അംഗം ജയിക്കുന്നവർ നെഞ്ചിലേറ്റാനുള്ള പൊന്നിൻ ശംഖ് മുഖ്യവേദിയിലെത്തിയത് ആവേശത്തിന്റെ കൊടുമുടി താണ്ടി. പൊലിമയൊട്ടും ചോരാതെ കാഴ്ചകൾ ഓരോന്നും മീഡിയ വൺ വഴി പ്രേക്ഷകരിലേക്ക് എത്തും. അത്യാധുനിക സൗകര്യങ്ങളോടെ നൂതന സംവിധാനങ്ങളുമായാണ് കലോത്സവ നഗരിയിലെ പ്രത്യേക സ്റ്റുഡിയോ. പ്രധാന വേദിയായ MT നിളക്കരികയാണ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി മീഡിയ വൺ ടീമിന് ആശംസകൾ നേർന്നു. ഞങ്ങൾ ഒരു പവലിയൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചധികം കഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു 15,000 കുട്ടികളുടെ കാര്യമൊക്കെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന മിനിസ്റ്റർ കുറച്ച് നാളുകളായിട്ട് ഏതൊരവസ്ഥയിലായിരിക്കും. എത്ര നാളായി മിനിസ്റ്റർ ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്? 6 മാസമായി ഉറങ്ങിയിട്ട് സമാധാനത്തിൽ. 6 മാസമായി നമ്മുടെ വർക്ക് ആരംഭിച്ചിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ മുഴുവൻ സമയം ഇതിൽ എൻഗേജ്ഡ് ആണ്. നാളെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ 5 നാൾ നീളുന്ന കലയുടെ കടലിരമ്പത്തിന് തുടക്കമാകും. ടീം മീഡിയ വൺ, തിരുവനന്തപുരം.